ഹായ്, ഞാനിന്നൊരു കാര്യം പറയട്ടെ. ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു സ്വാതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഇച്ചിരി ഒരു സമ്പന്നനായിട്ടുള്ള അപ്പു എന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ടായിരുന്നു. ഈ സ്വാതി വളരെ പാവപ്പെട്ട കുടുംബത്തിലെ എന്താ പറയുക, ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമായിട്ടും, പിന്നെ അച്ഛനും അമ്മയും ഒരു അനിയനും ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലി ബന്ധുക്കളൊന്നും അങ്ങനെ വലിയ സഹായങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാത്തൊരു ഫാമിലിയാണ് സ്വാതി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ നല്ല അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവന് നല്ല ബന്ധുബലങ്ങളുണ്ടായിരുന്നു. അവന് ഫ്രണ്ട്സ്, പിന്നെ കസിൻസ്, അങ്ങനെ കൊളീഗ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരിക്കൽ സ്വാതിയും അപ്പവും തമ്മിൽ കാണാനിടയായി. സ്വാതിനെ കണ്ട വഴി അപ്പന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സ്വാതിനെ കാണാൻ നല്ല സുന്ദരി കേട്ടോ, കുറേ മുടിയൊക്കെ ഉണ്ടായിട്ട്. അപ്പം സ്വാതിനെ കണ്ട വഴി അപ്പന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അപ്പു തൻ്റെ ഇഷ്ടം സ്വാതിനോട് പറഞ്ഞു. ആദ്യമൊക്കെ സ്വാതി റിജക്റ്റ് ചെയ്തു. പിന്നെ ഇവൻ്റെ എന്താ പറയുക, ഒരുപാട് പിന്നാലെയുള്ള നടത്തവും എന്താ പറയുക, പ്രണയ അഭ്യർത്ഥനകളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും എവിടുന്നും സ്നേഹം കിട്ടാത്ത സ്വാതി സ്വാഭാവികമായിട്ടും അവനിലേക്കൊരു ചായ്വ് കാണിച്ചു. അപ്പുവിനോട് അവൾക്ക് ഇഷ്ടം തോന്നി. അവൾ തിരിച്ചു ആ ഇഷ്ടം കാണിച്ചു. നമുക്ക് ഈ കുഞ്ഞിക്കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടിക്കഴിയുമ്പോൾ കിട്ടണതിന് മുന്നേ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അത് വേണം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർ വേസ്റ്റാണ്, അവർക്കത് വേണ്ട. പിന്നെ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പോവും. അതുപോലെ തന്നെയായിരുന്നു അപ്പൂനും. പുറകെ നടന്ന് വളയ്ക്കാനായിട്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആ ഇൻട്രസ്റ്റ് പോയി. അവൾക്ക് സ്നേഹം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ എന്താ പറയുക, താല്പര്യമില്ല. ഇവളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവൾ പറയണത് കേൾക്കാൻ താല്പര്യമില്ല. അതൊക്കെ അവൾക്ക് മനസ്സിലായി തുടങ്ങി. അവൾ ഓരോന്ന് പറഞ്ഞപ്പോൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവന് ദേഷ്യവും. അപ്പോൾ ഇവൻ വിട്ടുപോകുമോ എന്നുള്ള പേടിയായി തുടങ്ങി ഇവൾക്ക്. അപ്പം ഇവൾ പലതും എന്നോട് സംസാരിക്കുമോ അത് ചോദിക്കണം എന്നുണ്ട്. പക്ഷേ ഇവൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ട് എന്താ പറയുക, അവൾ ചോദിക്കില്ല. അപ്പം പ്രണയം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ മാധുര്യമൊന്നും പിന്നീട് പോകെ അപ്പുവിൽ സ്വാതിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാതിക്ക് പിന്നെ ടെൻഷനായി. സ്വാതി ചോദിക്കാൻ വരുന്ന പല ചോദ്യങ്ങളും, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ, എന്നെ ഒന്ന് കാണാൻ വരുമോ, എന്നോടൊന്ന് മിണ്ടുമോ, എന്നോട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുമോ, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുമോ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ഇവളുടെ മനസ്സിലുണ്ടാവാൻ തുടങ്ങി. പക്ഷേ ഇവളതെല്ലാം മൂടി വെച്ചു. കാരണം ഇവന് പേടിയാണ്. ഇവനെങ്ങാനും ഇനി വിട്ടിട്ട് പോയാലോ എന്നുള്ളൊരു പേടി. അവൻ സംസാരിക്കാനോ ഇല്ലെങ്കിൽ അവളോട് ഒന്ന് കാണാൻ ചെല്ലാനോ അവൻ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അപ്പോൾ അവൾക്ക് ടെൻഷനാവാൻ തുടങ്ങി. പോകെ സ്വാതിക്കൊരു കാര്യം മനസ്സിലായി. സ്വാതി അവനെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇടയിൽ അഡ്ജസ്റ്റ്മെൻ്റാണ് നടക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ അഡ്ജസ്റ്റ്മെൻ്റല്ലല്ലോ വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. അപ്പോൾ അത് മനസ്സിലായപ്പോഴത്തേക്കും സ്വാതി കൊടുത്തുകൊണ്ടിരിക്കുക, എപ്പോഴും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. സ്വാതിക്ക് പോകെ മടുത്തു തുടങ്ങി. സ്വാതി എന്തായി, ഒരിക്കലും ഇതെല്ലാം സ്റ്റോപ്പായി. അവനെ വിളിക്കുന്നതും അവനെ കാണുന്നതും അവനെ എന്താ പറയുക, അവനോട് അറ്റാച്ച്മെൻ്റ് ഇടുന്നതും ഒക്കെയുള്ള ഒരു ഭയങ്കര പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്ന സംഭവത്തിന് സ്റ്റോപ്പ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി അവൾക്ക് എന്തോ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെയാണ്. നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടേ, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം എന്താ വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ സ്വാധീനെ പോലെയാണ്. വിട്ടുപോകുമോ, ഇല്ലെങ്കിൽ അവനെന്തെങ്കിലും പറയുമോ, ഇല്ലെങ്കിൽ അവളെന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും ചെയ്യുമോ, അതൊരു പേടി. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, അവൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവളുടെ സിറ്റുവേഷൻ അതായതുകൊണ്ടല്ലേ, അവന് പറ്റാത്തതുകൊണ്ടല്ലേ, അവൾക്ക് പറ്റാത്തതുകൊണ്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് വിചാരിച്ച് ഉള്ളിലുള്ള ഫീലിങ്സ് അതേപോലെ കൊണ്ട് നടക്കുന്നത് അത് അഡ്ജസ്റ്റ്മെൻറ്റ്. അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയല്ല. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും എന്താ പറയുക, പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. ഇപ്പം അവൾക്ക് വിഷമമായി, ഓക്കെ, ഞാൻ പറഞ്ഞത് അവൾക്ക് വിഷമമായി, അല്ലെങ്കിൽ അവന് വിഷമമായി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ കാണുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇല്ലെങ്കിൽ അവളെ ഒന്ന് പോയി കാണാം, അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നെ കാണാനായിട്ട്, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നെ കാണാനായിട്ട്, അപ്പോൾ ചോദിക്കണേക്കാളും മുമ്പ് ഒന്ന് പോയി കാണാം, അങ്ങനെ വിചാരിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വേണ്ടത്. അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പൊന്നും അധിക കാലമൊന്നും മുന്നോട്ട് പോവില്ല. അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. അപ്പോൾ എല്ലാവരുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് പോട്ടെ. ഓക്കെ, ഹാപ്പി ലൈഫ്.